നമ്മളിപ്പോൾ ചേർത്തലയിലാണ്. ചേർത്തലയിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന, അതായത് ചേർത്തല ഹൈവേയുടെ സൈഡിൽ എറണാകുളത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എക്സ്റേ ജംഗ്ഷൻ തൊട്ട് മുമ്പായിട്ട് ഉള്ള ഒരു വലിയൊരു ഒരു റിസോർട്ട് ടൈപ്പ് ഒരു ഹെറിറ്റേജ് ഹോട്ടലുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ട്രാവൻകൂർ പാലസ് റിസോർട്ട് ഹോട്ടൽ. അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ട്രാവൻകൂർ പാലസ് ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതതിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചയാണ്. കേരളത്തിലെ ഒരു ട്രഡീഷണൽ തറവാടിൻ്റെ ലുക്കിലൊക്കെ ചെയ്തേക്കുന്ന ഹോട്ടലാണിത്. ഇതിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കേരള ട്രഡീഷണലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ചെറിയൊരു വള്ളത്തിൻ്റെ ഒരു മോഡലുണ്ട്. ഒരുപാട് ഈ പലതരത്തിലുള്ള പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കാളവണ്ടി ഇതായിട്ട് ഫ്രണ്ടിലുണ്ട്. നാഷണൽ ഹൈവേയോട് ചേർന്നിരിക്കുന്ന ഹോട്ടലാണ്. BG ഗ്രൂപ്പിൻ്റെ ഓണർഷിപ്പിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോട്ടലാണിത്. ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, ബാറ്, അങ്ങനെ വളരെ കേരള ട്രഡീഷണൽ രീതിയിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണിത്. വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയയാണ് ഈ ഹോട്ടലിന് ഉള്ളത്. റെസ്റ്റോറൻറ്റും പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിലൊരു തറവാട് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ അകത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ സൈഡിൽ കൂടെ ഉള്ളൊരു വ്യൂ ആണിത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ലോൺ ഏരിയ, അട്രാക്റ്റീവായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് എല്ലാം മനോഹരമാക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലേക്കൊന്ന് പോവുകയാണ്. ആദ്യം ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു റൂട്ടാണിത്. നമ്മൾ ആ പാർക്കിംഗ് ഏരിയയിൽ നേരെ ഇറങ്ങിയിട്ട് വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നേരെ കാണുന്ന ആ ബിൽഡിങ്ങാണ് നമ്മുടെ അവിടെ ഹോട്ടൽ അക്കോമഡേഷൻ്റെ ഏരിയ. ഇത് ആക്ച്വലി അത്യാവശ്യം ക്ലാസ് ഹോട്ടലാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സീസൺ ഇത് അല്ലാത്ത സമയത്ത് ബുക്ക് ചെയ്തുകൊണ്ട് ഇന്ന് മേക്ക് മൈ ട്രിപ്പിൽ 2200 രൂപയായിരുന്നു ചാർജ്. അതിന് വളരെ വർത്താണ് കേട്ടോ. 2200 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കമാണ് നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്തത്. പിന്നെ ഒരു കാര്യം ഞാൻ കണ്ടത്, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റെയർ കയറി പോകണം, ലിഫ്റ്റ് ഇല്ല. അപ്പം പടി കയറി വേണം പോകാൻ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു നമ്മൾ താമസിച്ചത്. നമ്മൾ അങ്ങോട്ടേക്ക് പടി കയറി പോവാണ് റൂമിലേക്ക്. ആ കയറി പോകുന്നിടത്തെല്ലാം തന്നെ പക്ക ട്രഡീഷണൽ ലുക്കിലാണ് നമ്മുടെ റൂംസ്, അതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ നിലയിലേക്ക് കയറുകയാണ്. ഒരു എക്സ്ട്രാ ബെഡൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ റൂമിൻ്റെ ഒരു ഏരിയ. നമ്മുടെ റൂമിൻ്റെ അവിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ നിലയിൽ ഇതാണ് നമ്മുടെ റൂമിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള വലിയ റൂമാണുള്ളത്. കണ്ടോ, നല്ല റൂമാണ്. AC, അതുപോലെ തന്നെ ഏകദേശം ഒരു വലിയൊരു ഹാള്, ഒരു 55 ഇഞ്ചിൻ്റെ TV ഉണ്ട്, അലമാരയുണ്ട്. പിന്നെ നമുക്ക് ഇതവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ടേബിള്, ചെയേഴ്സ് എല്ലാം അവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞ റൂം സർവീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് വെളിയിലേക്കുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടൊരു വ്യൂ ആണ്. അത് കാണിച്ചു തരാം. ഇപ്പോൾ രാത്രി സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പകൽ സമയത്തുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇവിടെ താഴേക്ക് രാത്രിയിലെ വ്യൂ ഇങ്ങനെയാണ്. ഇതാണ്ട് റൂമിൽ തന്നെ നമുക്ക് നമ്മുടെ കെറ്റിൽ, ബാക്കിയുള്ള ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെയുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. ഈ ഒരു എമൗണ്ടിന് ഇത് വർത്താണ്. മാത്രമല്ല നമുക്ക് നാഷണൽ ഹൈവേ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റേ ചെയ്യുന്നതിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് സത്യത്തിൽ. അതാണ് ബാത്റൂം. അല്പം പഴയതാണ്, എന്നാലും പ്രോപ്പറായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതാണ്ട് ബേസിക് ടോയ്ലറ്റ് അമ്യൂണിറ്റീസ് എല്ലാം തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ അകത്തുനിന്നുള്ള കാഴ്ചകൾ. കുഴപ്പമില്ല, അത്യാവശ്യം നമ്മുടെ ഈ ഒരു എമൗണ്ടിന് വർത്താണ്. ചൂടുവെള്ളമുണ്ട്, ഹോട്ട് വാട്ടർ ഫെസിലിറ്റി എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂമിൻ്റെ കാഴ്ച ഇതാണ്. ബാൽക്കണിയിൽ നിന്നുള്ള താഴേക്കുള്ള പകൽ സമയത്തെ വ്യൂ എന്ന് പറയുന്നത് ഉണ്ടോ, വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ സൈഡിൽ പൂളിൻ്റെ വ്യൂ, നല്ല ഒരു പൂളുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതാണ്ട് പൂളിൻ്റെ വ്യൂ ആണിത്. നമ്മൾ ആ സൈഡിൽ കൂടെ വന്നപ്പോൾ അവിടെ കുറേ ജമന്തിയൊക്കെ നട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഓണ സമയത്തേക്കൊക്കെ വേണ്ടിയായിരിക്കും ഇത്. ഇതിൽ നമ്മുടെ ആ പൂളിൻ്റെ ഒരു ഏരിയയിലേക്ക് ഒന്ന് നടന്ന് പോവാണ്. വെളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലുള്ള കോട്ടേജസൊക്കെ. ഇതിൻ്റെ അപ്പുറത്തുള്ള കോട്ടേജിൻ്റെയൊക്കെ വർക്ക് നടക്കണമെന്ന് അങ്ങോട്ടൊക്കെ അടച്ചേക്കാണ്. ഇതാണ് പൂളിൻ്റെ അടുത്തുള്ള കാഴ്ച. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ
ജമന്തി ഒക്കെ നട്ടേക്കുന്നത് ഉണ്ടോ. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുണ്ട് എക്സിക്യൂട്ടീവും നോർമൽ റൂമും തമ്മിൽ. എക്സിക്യൂട്ടീവിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പൂള് ഉള്ളത്. പൂള് നല്ല വൃത്തിയായിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ തിരിച്ച് ഫ്രണ്ടിലേക്ക് തന്നെ നടന്നു വരികയാണ്. ലോൺ ഏരിയയിൽ നമ്മൾ താമസിച്ച ഒരു ഏരിയയാണ് ആ കാണുന്നത് ഉണ്ടോ. നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഫോട്ടോയൊക്കെ എടുക്കാനും അതുപോലെ ഫോട്ടോ ഷൂട്ടിനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണിത്. എല്ലാ ആംഗിളിലും നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു ഏരിയ തന്നെയാണിത്. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു ഏരിയയാണിത്. കൊള്ളാം. നമ്മൾ അവിടെ തിരിച്ച് വന്നപ്പോൾ അവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്ന സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ. തിരിച്ച് ഇതായി പോകുന്ന ഏരിയയിൽ ഒരു ബാറിൻ്റെ ഒരു ഏരിയയൊക്കെ ഉണ്ട്. അവർ എക്സിക്യൂട്ടീവ് ബാറാണ് ഇത് ഈ സൈഡിലുണ്ട്. പിന്നെ വെളിയിലൊരു അല്ലാത്ത ഒരു ബാറുമുണ്ട്. എക്സിക്യൂട്ടീവ് ബാറിൻ്റെ ഒരു ഏരിയ. പിന്നെ ഇവിടെ ആയിട്ട് ഒരു എന്താ പറയുക, ബാറിൻ്റെ അറ്റാച്ച് ചെയ്തിട്ട് ഓപ്പൺ സ്പേസിൽ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. കൊള്ളാം, നന്നായിട്ട്. പിന്നെ ഒരു സ്മോക്ക് ഏരിയ കണ്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടോ. സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്മോക്ക് ഏരിയ അതെവിടെ ഉണ്ട്. ഇവിടെയൊക്കെ പക്ക പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പല പല തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ കള്ളൊക്കെ ചെത്താനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇത്. പിന്നെ ഈ വെള്ളം പാടത്തിലേക്ക് ചവിട്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കാണാൻ വളരെ മനോഹരമാണ്. ഇവിടെ ഒരു പഴയ നാലുകെട്ട് വീടിൻ്റെ സ്റ്റൈലിൽ ഒരു ടെമ്പിൾ പോലെ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് പൊളിച്ചു കൊണ്ട് വെച്ചാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ അട്രാക്റ്റീവാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, അവിടെ ഇത് വെച്ച് അടച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കൊള്ളാം, നല്ല മനോഹരമായിട്ട് ഏരിയ. ഇതിനോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ നേരെ കാണുന്ന റെസ്റ്റോറൻറ്റ് ഏരിയ നമ്മളങ്ങോട്ട് പോവാണ്. അവിടെ നിന്ന് നേരെ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. വളരെ അടിപൊളിയായിട്ടുണ്ട്. കുറേ വള്ളങ്ങളുടെയൊക്കെ രൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതെവിടെ ഇരിക്കാനുള്ളൊരു ബെഞ്ചൊക്കെ ഉണ്ട്. നല്ലൊരു ആംബിയൻസാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ വളരെ എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത് കണ്ടോ. അവിടെ ഇങ്ങനെ പടി കയറി നേരെ നമ്മൾ മുകളിലേക്ക് പോവാണ്. ഇതിവിടെ കൃഷ്ണൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. എനിക്കൊന്ന് ചെമ്പിലുള്ളതാണെന്ന് തോന്നുന്നു. അവിടെ ഇരിക്കാനുള്ള ബെഞ്ച് എല്ലാം വുഡൻ സ്ട്രക്ചറാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വള്ളം. ഇത് എനിക്കൊന്ന് ഇതിപ്പം നമ്മുടെ വെള്ളാപ്പള്ളി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഹോട്ടലാണ്. വെള്ളാപ്പള്ളി സാറിൻ്റെയും വൈഫിൻ്റെയും പേരൊക്കെ അവിടെ വെച്ചിട്ടൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ആമ്പലൊക്കെ നട്ടുപിടിപ്പിച്ചൊരു ഉരുളി പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി സാറിൻ്റെയും വൈഫിൻ്റെയും പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. വുഡൻ സ്ട്രക്ചറുള്ള റിസപ്ഷൻ ഏരിയ ആണുള്ളത്. ഇതാണ് എൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ച, റിസപ്ഷൻ്റെ ഏരിയയുള്ള കാഴ്ച. ഇവിടെ ഒരു പല്ലക്കൊക്കെ കണ്ടോ. പക്ക ഒരു നമുക്ക് ആ ഒരു ശരിക്കൊരു ഫീൽ കിട്ടും. നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന എന്തൊക്കെയാണ് ആറന്മുള കണ്ണാടി, അങ്ങനെ എല്ലാം കൊണ്ട് വളരെ ഒരു വുഡൻ സ്ട്രക്ചർ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഹോട്ടലും റെസ്റ്റോറൻറ്റും ഏരിയയാണ്. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിലേക്ക് വന്നു. റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് വന്നപ്പോൾ ശരിക്കും ഒരു തറവാട്ടിൽ ഒരു പാലസിൻ്റെ ഒരു ഏരിയയിലേക്ക്, തറവാട് നല്ല പറയേണ്ട ഒരു പാലസിൻ്റെ ഏരിയയിലേക്ക് എത്തിയ പോലെ തന്നെയാണ് നമുക്കൊരു ഫീലിംഗ്. അത്ര മനോഹരമായിട്ടൊരു ആംബിയൻസാണ്. കണ്ടോ, ഇഷ്ടംപോലെ ചിത്രങ്ങൾ, പക്ക നെറ്റിപ്പട്ടം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് പറയുക. ഒരുപാട് ഐറ്റംസ്, ഈവൻ അതിൻ്റെ റൂഫിൽ തന്നെ ഹാങ് ചെയ്തിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം വളരെ വളരെ മനോഹരമാണ്. പലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ്ട പറയുക പിക്ചേഴ്സ് കണ്ടോ. ഇവിടെയാണ് അതിൻ്റെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ സെർവ് ചെയ്യാനൊക്കെ വരുന്ന ഒരു ഏരിയ. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട്. ജെൻസ് ടോയ്ലറ്റ് വെളിയിലായിട്ടാണ്. ഇതാണ്ടോ, അവിടുന്ന് വെള്ളം വീഴുമ്പോഴേ നടുത്തളത്തിലേക്ക് ഇങ്ങനെ വന്ന് വെള്ളം വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. മഴ അതിൻ്റെ ഒരു സമയത്തൊക്കെയുള്ളൊരു ആംബിയൻസ്. ഇത് നമുക്ക് എനിക്കൊരു ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പല സിനിമകളിലെ കണ്ടുള്ള പോലെ തോന്നി. അത്രയും നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് അകത്തെ കാഴ്ച. റെസ്റ്റോറൻറ്റിനകമാണ്
അതിനകത്തുള്ള കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ ഒരു കുട്ടികളെ കിടന്നു വേണ്ടിയുള്ള ചെറിയ തൊട്ടിലൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. ഇതാണ് നടുത്തളത്തിൻ്റെ കാഴ്ച. ഇതാ അവിടെ നിന്നുള്ള വെളിയിലോട്ടുള്ള ആ നാലുകെട്ടിൻ്റെ കാഴ്ചയാണിത്. അവിടെ വള്ളം വെച്ചിട്ടുണ്ട്, ചെറിയൊരു വള്ളം വെച്ചേക്കാണ്. നേരെ കാണുന്ന എക്സിക്യൂട്ടീവ് ബാറിൻ്റെ ഒരു ഏരിയ. നമ്മൾ തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്നാണ് നമ്മൾ കഴിക്കുന്നത്. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ എന്ത് വേണമെന്നൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മൾ അപ്പവും മുട്ടക്കറിയാണ് പറഞ്ഞത്, പിന്നെ ചായയും. നമ്മൾ അങ്ങനെ അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് അതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉള്ള ആ റൂഫിൻ്റെ ഒരു ഏരിയയൊക്കെയാണ് കണ്ടോ, ഇൻറ്റീരിയർ ചെയ്തേക്കുന്ന ഒരു കാഴ്ച. അവിടെ ഇരുന്നുകൊണ്ട് എടുത്താണ്. അങ്ങനെ നമുക്കുള്ള അപ്പവും മുട്ടക്കറിയൊക്കെ വന്നു. വളരെ നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഫുഡായിരുന്നു. നല്ല സ്റ്റാഫും അതുപോലെ തന്നെ നല്ലൊരു ബിഹേവിയറായിരുന്നു നമ്മളടുത്ത്. അവർ എന്തൊക്കെ വേണോ നമ്മളോട് ചോദിച്ചു. ശരിക്കും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്, ആൾ കുറവായിട്ടാണെന്ന് തോന്നുന്നു അലക്കാർട്ടായിട്ട് അവർ തന്നത്. പക്ഷേ വളരെ നല്ല മുട്ടക്കറിയൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും മേക്ക് മൈ ട്രിപ്പിലൊക്കെ റിവ്യൂ ഉണ്ടായിരുന്നു ഫുഡിനെ കുറിച്ച്. വളരെ നല്ല റിവ്യൂ ആണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു എംബ്ലം, വെള്ളാപ്പള്ളി ഗ്രൂപ്പിൻ്റെ VG ഗ്രൂപ്പിൻ്റെ ഒരു എംബ്ലം അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേയുടെ കാഴ്ചകൾ. കാളവണ്ടി ഒക്കെയുള്ള ഫ്രണ്ട് ഏരിയയിലേക്ക് നമ്മളെത്തി. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ വെളിയിലേക്ക് യാത്രയാവണം. മനോഹരമായിട്ടൊരു സ്റ്റേയും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആയിരുന്നു നമ്മുടെ ട്രാവൻകൂർ പാലസ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു ചേർത്തലയിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പം സജസ്റ്റ് ചെയ്യാവുന്നൊരു ഹോട്ടലാണ്. എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ടതിന്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അങ്ങനെ ട്രാവൻകൂർ പാലസ് നമ്മൾ വെളിയിലേക്ക് എക്സിറ്റ് ചെയ്യുകയാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.